പ്രിയമുള്ളവരെ, നാട്ടിനേക്കാൾ നന്നായിട്ട് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരാണ്. സത്യം പറഞ്ഞാൽ പുറത്ത് താമസിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്തെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. ഈ നേവൽ ബേസ് കേരള ലൈബ്രറിയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടുത്ത വർഷം തൊട്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നാട്ടിൽ ചെന്ന് എൻ്റെ സഹപ്രവർത്തകരോട് പറയും, തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ പോകണമെങ്കിൽ സിംഗപ്പൂരിലെ ആ നേവൽ ബേസ് ലൈബ്രറിയുടെ പ്രോഗ്രാമിന് പോകണം എന്ന് തീർച്ചയായിട്ട് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. വീണ്ടും ഈ സ്റ്റേജിൽ കാണാം. താങ്ക് യു. നിങ്ങളേവരെയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക്, ഒരു നാട്ടിൻ പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുകയാണ്. സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണത്തിലാണ് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇതാ അദ്ദേഹത്തെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. നാട്ടിൻ പുറത്തെ ഒരു പോലീസ് സ്റ്റേഷൻ. ഇതെന്ത് പോലീസ് സ്റ്റേഷനാ? ഒരു കൃത്യനിഷ്ഠ സമയം ആർക്കെങ്കിലും ഇവിടെ പാലിക്കാൻ പറ്റുന്നുണ്ടോ? എസ് ഐ ആയ ഞാൻ മാത്രം കറക്റ്റ് ടൈമിൽ വരും. പോലീസുകാരാന്നും പറഞ്ഞ് കുറേ എണ്ണം നടക്കുന്നുണ്ട്. എന്നാത്തിന് കൊള്ള ഇവന്മാർ. ഒരൊറ്റ എണ്ണം സമയത്തിന് പണിക്ക് വരില്ല. പ്രതികളെ ആണെങ്കിൽ പിടിക്കാനായിട്ടാണെങ്കിൽ എൻ്റെ തൊപ്പിയും തെറിക്കും. എടോ PC 156 ഇവിടെ വാടോ. മതി മതി മതി, കൊള്ളാം, എല്ലാം നന്നായിട്ട്. തൻ്റെ യൂണിഫോം എന്തിയടോ? അത് നാടകക്കാർക്ക് വാടക കൊടുത്തിരിക്കുക സാർ. എന്താ? നാടകക്കാർക്ക് വാടക കൊടുത്തിരിക്കുകയാണ്. എടോ, സർക്കാർ യൂണിഫോം കരക്കാർക്ക് വാടക കൊടുക്കുമ്പോ ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേടോ? സാറേ, എനിക്കും കൊടുക്കാൻ പാടില്ല. 10 രൂപ എനിക്ക് കിട്ടിയാൽ കഴിക്കോ? മേല എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് വാടക കൊടുക്കരുത് കേട്ടാ. എടോ, ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണോടോ? പോലീസ് സ്റ്റേഷൻ സാറേ. ഉറപ്പാണോ? എടോ, ഇത് പോലീസ് സ്റ്റേഷൻ ആണോന്ന്? പോലീസ് സ്റ്റേഷൻ ആണെന്ന്. വേണ്ട വേണ്ട വേണ്ട, സകല അടി തടവും കഴിഞ്ഞ എസ് ഐ ആണ് ഞാൻ. എന്റെ അടുത്ത് കളരി കാണിക്കരുത്. അയ്യോ, ഇങ്ങോട്ട് മാറിയില്ലടാ. ഇങ്ങോട്ട് മാറിയില്ലടാ. എടാ, ഇങ്ങോട്ട് മാറിയില്ലടാ. ഇവന് ആരാ? PT ഉഷയുടെ അളിയനാ. എടാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് മാറി. ഏത് കാലം വെച്ചാടാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന? ഞാൻ വലത് കാലി വെച്ച് സ്ഥിരതാമസത്തിന് വന്നേക്കാടാ പോലീസ് സ്റ്റേഷനിൽ. എന്റെ പൊന്നു സാറാ, ഞാൻ ഇടത് കാലം വെച്ചാ പോകുന്നത്. മുടിപ്പിക്കാൻ വന്നേക്കാണോടാ പോലീസ്? എന്റെ പൊന്നു സാറാ, 2 കാലും തൊടാതെ ഈ മുതുക്കൻ സാറന്നെ പൊക്കിക്കൊണ്ടാ പോകുന്നത്. അതാണ് യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ചേ? മര്യാദക്ക് സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച സാറേ, മര്യാദക്ക് സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട്. നിനക്ക് ഞാൻ ഇട്ടേക്കണ എന്താന്നറിയാമടാ? ഇതെന്താന്നറിയാമടാ ഞാൻ ഇട്ടേക്കണത്? ഇത് ചാക്ക് തച്ചിട്ടേക്കണല്ലേ? ചാക്കോ? ഇത് കാക്കയാടാ. 24 വർഷമായിടാ ഞാൻ ഈ കാക്കി ഇടാൻ തുടങ്ങിയിട്ട്. വെറുതെ അല്ലേ ഇവിടെ വന്നപ്പോ ഒരു വക നാറ്റവും വേണം ഒക്കെ. 24 വർഷമൊക്കെ ഒരു ഷർട്ട് കഴുകാതെ ഇടില്ലേ സാറേ? പുറത്തു പോയി പറഞ്ഞ കൊന്നുകളെ നമ്മൾ രണ്ടുപേരും അറിഞ്ഞു. അത് കേട്ടാ? നീ പെൺകുട്ടിയെ പീഡിപ്പിച്ച മര്യാദക്ക് സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാണ്. നിന്റെ ഫുൾ അഡ്രസ് എഴുതിയെടുക്ക്. ശരി സർ. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ധൃതരാഷ്ട്ര. എഴുതടോ. സാറേ, എന്താണ്? മഷി ഒന്ന് കുടഞ്ഞിട്ട് എഴുതുക. അതാ കുഴപ്പം പറ്റിയത്. മര്യാദക്ക് എഴുതുക. ഇത് പോലീസാണ്. കറക്റ്റ് ആയിട്ട് എഴുതിക്കോ. എന്നാണ് നിന്റെ അച്ഛന്റെ പേര്? ധൃതരാഷ്ട്ര. അങ്ങനെ തെളിച്ചു പറ. ഇപ്പോഴല്ലേ മനസ്സിലായത്? കറക്റ്റ് ആയിട്ട് എഴുതിക്കോ, തെറ്റിക്കല്ലേ. അച്ഛൻ, അത് മതി. അച്ഛൻ്റെ പേര് വേണ്ടേ? പേര് വേണ്ട, നേരം വെളുക്കും. എനിക്ക് ഇവിടുന്ന് പോണോടാ. നിന്റെ ചേട്ടന്റെ പേരെന്താടാ? ചേട്ടന്റെ പേര് ദൃഷ്ടദ്യുമ്നൻ. അത് അടിപൊളി പേരാണ്. കറക്റ്റ് ആയിട്ട് എഴുതും. കല്ല് വെച്ചെറിഞ്ഞു സാറേ. കല്ല് വെച്ചെറിഞ്ഞതല്ലടാ, പിന്നെ നിന്റെ ഒടുക്കത്തെ പേര് പറഞ്ഞ എന്റെ അണപ്പല്ല് തെറിച്ചു വന്നു കൊണ്ടതാടാ. നീ പോലീസുകാരന് പണി ഉണ്ടാക്കും. നിന്റെ ചേട്ടന്റെ പേര് ഒന്നില്ലെങ്കിൽ ബാബു അല്ലെങ്കിൽ സണ്ണി. ബാബു മതി. ബാബു. നിന്റെ അമ്മയുടെ പേരെന്താടാ? അമ്മയുടെ പേര് മൃണ. നിനക്ക് അമ്മയില്ല, എന്റെ അടുത്ത പല്ല് തെറിക്കും. യു ഹാവ് നോ മദർ ഇൻ ദ സിറ്റി ഓഫ് സിംഗപ്പൂർ. ഓക്കെ, നിനക്ക് അമ്മയില്ല. നീ അല്ലടാ പെൺകുട്ടിയെ പീഡിപ്പിച്ച. സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് പപ്പടോടെ മേടിച്ചു തരാന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഇല്ല.
ഇല്ല. അറിയാൻ പാടില്ലേ? ഇല്ല. എടാ മിന്നൽ പ്രഭാകരൻ എന്ന് കേട്ടാൽ ഉവ്വ. ഈ സ്റ്റേഷനിൽ നിർത്തി താനായിരുന്ന താൻ കിടക്കണ്ട, ഞാൻ കിടക്കിക്കോളാം. എനിക്ക് അതിനുള്ള പ്രായമുണ്ട് കേട്ടാ. കിടാന്ന് പറക്കും. ഇടാന്ന് പറയ്ക്കോ? എന്താടാ നിന്റെ പേര്? എന്റെ പേരോ? ആ. ഇടിവെട്ട് പരമോ. പരമോ? എന്തോ? മോനല്ലേ പെൺകുട്ടിയെ പീഡിപ്പിച്ചേ? സാറേ മര്യാദക്ക് സിനിമ കണ്ടോണ്ടിരുന്ന എനിക്ക് 2 പപ്പടോടെ മേടിച്ചതെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. മതി 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 മതി. നീ അല്ല അല്ലേ? അല്ല സാറേ. ഞാൻ പറയുന്ന പോലെ ഏറ്റു പറഞ്ഞാൽ ഉവ്വ. നിന്നെ ഞാൻ ഈ കേസിൽ നിന്ന് വിട്ടയക്കാം. സാറ് പറയും പോലെ ഏറ്റു പറഞ്ഞ് എന്റെ കേസിൽ നിന്ന് വിട്ടയക്കോ? ഞാൻ പറയും പോലെ പറഞ്ഞാൽ മതി. പറയാം. ഇങ്ങോട്ട് മാറിയില്ലടാ. ഇങ്ങട് മാറില്ലടാ. ദാ ഇങ്ങോട്ട് മാറാ. മാറിക്കാണ്. എന്റെ പോവാണ്. ദേ പോയി. അയ്യോ അയ്യോ ചാവിട്ടി നിന്നെ കൊന്നു കളയും ഞാൻ. ചവിട്ടി നിന്നെ കൊന്നുകളി ഞാൻ. എന്നെ കെട്ടിത്തൂക്കും ഞാൻ. കെട്ടിത്തൂക്കും ഞാൻ. തലയെ പൊട്ടി- വയറ് ഞാൻ കുത്തിപ്പൊളിക്കും. വാ പത്രാ ബീസി. പോലീസുകാരനെ കടിച്ച ശവം കുളിക്കൂല. എന്തൊരു കയ്പാ. എന്തോരം സോപ്പറം കണ്ടോ, ഒന്ന് കുളിച്ചിട്ട് വരാൻ പാടില്ലേ? അതെ. എടാ മോനെ, എന്തോ? നിനക്ക് ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായില്ല. ഇല്ല സാറേ. എടാ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ കോടതിയിൽ ഏറ്റു പറഞ്ഞാൽ ഉവ്വ. നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കി വിട്ടയക്കാം. സാറ് പറയും പോലെ കോടതിയിൽ ഏറ്റു പറഞ്ഞ എന്നെ സാപ്പും മാഷേക്ക് വിടും. നാക്കും അടിക്കില്ലേ? സാക്ഷിക്ക് വിടും. വിടാ. 2 പപ്പടോടെ മേടിച്ചതെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നാ. ഇത് കഴിയട്ടാ, നിനക്ക് പഴംപൊരി മേടിച്ചു തരാം ഞാൻ. ഇതൊരു റിഹേഴ്സലാണ്. ഇതുപോലെ നീ കോടതി പറഞ്ഞു. പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. സമയം രാത്രി 12 മണി. എന്താടാ 12 മണിക്ക് എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാ. എന്റെ അമ്മോ, ഞാൻ 1 മണിക്ക് വരാം. സമയം രാത്രി 12 മണി. സമയം രാത്രി 12 മണി. ഏത് സിനിമയുടെ വാൾ പോസ്റ്റാടാ വലിച്ചൊട്ടിക്കണം? ഏത് സിനിമയുടെ വാൾ പോസ്റ്റാടാ നീ വലിച്ചൊട്ടിക്കണം? ആക്ഷൻ കാണിക്കണ്ട, പറഞ്ഞാ മതി കേട്ടാ. പറഞ്ഞാ മതി. Again. സമയം രാത്രി 12 മണി. കഴിയാത്ര സമയം രാത്രി 12 മണി. സിനിമ കഴിഞ്ഞ് വരികയായിരുന്നു. ഞാൻ സിനിമയ്ക്ക് പോയില്ല. അയ്യോ, ഞാൻ സിനിമ കഴിഞ്ഞു വന്നു. കൊള്ളാം. അതാ ഒരു കൂറ്റൻ മതിൽ. അതാ ഒരു കൂട്ടം മതിൽ. കൂറ്റൻ മതിലല്ലടാ, കൂറ്റൻ മതിൽ. കൂറ്റൻ കൂറ്റൻ. ആ. തെറ്റിക്കണ. അടിയവന. അതാ ഒരു കൂറ്റം മതിൽ. ഉള്ളിൽ പരിഭ്രമം മൂത്തു. ഉള്ളിൽ പരിപ്പ് വട മൂത്തു. പരിപ്പുവട മൂക്ക. ഇവിടെ വേടാ, ഇവിടെ വേടാ. പരിപ്പുവട മൂക്ക നീ എന്നാടാ, പാമോയിലാണോടാ? ഇങ്ങോട്ട് മാറില്ലടാ, ഇങ്ങോട്ട് മാറാ. അയ്യോ. എടാ പരിഭ്രമം കറക്റ്റ് ആയിട്ട് പറ. എന്റെ ഉള്ളിൽ പരിപ്പ്. നിനക്ക് നിനക്ക് ആ ബാ കിട്ടണില്ല. ഇല്ല. ബായാണ് പ്രശ്നം. അതെ. ഇത്രേ ഉള്ളൂ. ചാള എന്നുള്ളതിന്റെ ബാ. എടാ രാക്ഷസി എന്ന് പറയില്ലേ, അതിന്റെ ബാ. പറയടാ. എന്റെ ഉള്ളിൽ പരിഭ്രമം മൂത്തു. ആ ഇപ്പൊ കിട്ടിയാണ്. വലിയ മതിൽ ചാടിക്കടന്നു. വലിയ മതിൽ. ചാടിക്കടന്നു. ഗേറ്റ് ഇല്ലേ? ചാറ എന്റെ കാലടിയും. ചാറ മതിൽ. വലിയ മതിൽ ഊർന്നിറങ്ങി. മതി മതി മതി. ഒരു കൊതി കണ്ടു. ഒറ്റ കൊതിയാനിട്ടായിരുന്നു ഞാൻ. പൊതി കാണടാ. പുതിയ തെറ്റിക്കണ. കൊല്ലവന. ഒരു പൊതി കണ്ടു. തുറന്നു നോക്കി. തുറന്നു നോക്കി. 3/4 കിലോ തക്കാളി. 3/4 കിലോ മുക്കാളി. തെറ്റിച്ച്. എടാ വാക്കുകൾ പറയണത് കേട്ടിട്ട് പറയും. 3/4 കിലോ തക്കാളി. 3/4 കിലോ മുക്കാളി. എന്തിനാണ് ഇങ്ങനെ തെറ്റിക്കണ? ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ പറ. 3/4 കിലോ മുക്കാളി. 3/4 കിലോ തക്കാളി. കിട്ടിയല്ല. തക്കാളി മൈൻഡ് ചെയ്യാതെ നീ അപ്പുറത്തേക്ക് പോയി. തക്കാളി മൈൻഡ് ചെയ്യണ്ടേ? തക്കാളി നിന്ന കൊന്നുകളെ ഞാൻ. തമിഴ്നാട്ടിൽ നിന്ന് അന്യായ വില കൊണ്ടുവരുന്ന തക്കാളിയാണ്. വാതിലിന് സമീപത്തേക്ക് നടന്നു. വാതിലിന് സമീപത്തേക്ക് നടന്നു. വാതിൽ കണ്ടു. മതില് കണ്ടു. വാതിൽ കാണാൻ. വാതില് കണ്ടു. കണ്ടു. ആ നിനക്കാക്രാന്തം മൂത്തു. എനിക്കാർക്കാണ്ട് മൂത്തു. ആർക്കാണ്ട് മൂത്തു. എന്നെ വലിക്കരുത്, എനിക്ക് LIC പോലും ഇല്ലാത്തതാണെന്ന്. ആർക്കാടാ മൂത്താക്കണേ? ആർക്കാടാ മൂത്താക്കണേ? എടാ ആക്രാന്തം മൂത്ത് പറയടാ. എനിക്കാർക്കാണ്ട മൂത്രം. മൂത്രോ? നിന്നെ ഞാൻ മൂത്രം കുടിപ്പിക്കും ഞാൻ. ഇങ്ങോട്ട് മാറാ. എടാ ആക്രാന്തം മൂത്ത് പറയടാ. നിനക്ക് ക്രാ കിട്ടണില്ല. ഇല്ല. അതാണ് കുഴപ്പം. അതെ. ഭൂമി എന്നുള്ളതിന്റെ ക്രാ മനസ്സിലായില്ലേ? ഭൂമി തവളാന്ന് കേട്ടോ, തവള. ആ തവളയുടെ ക്രാ. തവളാന്ന് എഴുതുമ്പോൾ ക്രാ പറയടാ. എനിക്ക് ആ സാധനം മൂത്തു. അത് മതി. വാതിൽ തള്ളി തുറന്നു. വാതിൽ തള്ളിത്തു. അകത്തേക്ക് കടന്നു. അകത്തേക്ക് ഇടതുവശത്തെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. ഇടതുവശത്തെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ കണ്ടു. വീണ്ടും നിനക്ക് ആക്രാന്തം മൂത്തു. നോക്കടാ. വീണ്ടും എനിക്ക് ആ സാധനം മൂത്തു. വാതിൽ തള്ളി തുറന്നു. വാതിൽ തള്ളി
അകത്തേക്ക് കിടന്നു. അകത്തേക്ക് ഒരു വനിത കിടക്കുന്നു, നീ എന്ത് ചെയ്യും? ആര് കിടക്കുന്നു? വനിത. ഞാൻ ആ ഉഷാറായി. പതിയെ പുറകോട്ട് പോയിട്ട് വെരി ഗുഡ്, ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് വെരി ഗുഡ്, എന്റെ രണ്ട് കൈ കൊണ്ട് വനിത ഇങ്ങനെ പൊക്കി എടുത്തിട്ട് വെരി ഗുഡ്. ഇങ്ങനെ മറച്ച് മറച്ച് അതിന്റെ പാചകരംഗം വായിക്കും. എടാ, പീഡന കേസിൽ അകപ്പെട്ട പെൺകുട്ടി കിടക്കുന്നു, നീ എന്ത് ചെയ്യുമെന്ന്? അയ്യോ, അത് അവിടെയും കിടക്കട്ടെ സാറേ. എന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് മുത്തപ്പ, നിനക്ക് മൂന്നാമതും ആക്രാന്തം മൂത്തു. എന്തിനാ സാറേ ഈ സാധനം ഇങ്ങനെ ഇട്ട് മൂപ്പിക്കണത്? ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഞാനാണ്. സാറായിരുന്നാ? ഞാനല്ല, ഞാനല്ല. അയ്യോ. ശ്രീ ജയറാമിനെ ഒരിക്കൽ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. സ്റ്റേജിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ജയറാമിന് അറിയാമോ? ഇല്ല. ഓഡിയൻസിന് അറിയില്ല, എനിക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ ജയറാം മിമിക്സ് പരേഡ് വേദിയിൽ നിന്ന് കലാപിൽ നിന്ന് സിനിമാ വേദിയിലെത്തി. ജയറാം പല വേദികളിൽ മിമിക്രി മാത്രമല്ല ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റേജിലും പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അതുപോലെ ഈ അടുത്ത് എറണാകുളത്ത് വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ അരമണിക്കൂർ നേരം ജയറാം മാജിക് ഷോ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഏകദേശം 8-10 വർഷം റിഹേഴ്സൽ ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് പഞ്ചാരി മേളം. ഈ അടുത്ത് 100 വിദഗ്ധരായ തായമ്പ വിദഗ്ധരും എല്ലാവരും ചേർന്ന് വാദ്യോപകരണങ്ങളോടുകൂടി ജയറാം ഒരു പഞ്ചാരി മേളം നടത്തുകയുണ്ടായി. അങ്ങനെ നിരവധി കലകൾ ജയറാം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാ? ഇവിടെ പറയാൻ കാരണം സിംഗപ്പൂർ മലയാളികൾക്ക് വേണ്ടി ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാം ജയറാം അവതരിപ്പിക്കണം എന്ന് പറയാനാണ്. മാത്രമല്ല ജയറാം നല്ലൊരു ആനക്കമ്പക്കാരനും കൂടെയാണ്, ഒരു ആനക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ആന കൂടെയുണ്ട്. ജയറാം ആനക്കാരനോ? അല്ല, ആനയോടൊരു കമ്പം ഉണ്ടല്ലോ. അതെ, അതിവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, എന്തെങ്കിലും ഒരു ആനപ്പാപ്പാനാണല്ലോ. എന്തായിരിക്കും മനസ്സിലായി? ആന ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രോഗ്രാം കാണിക്കാനാ? അല്ല, അങ്ങനെയല്ല. അതെ, അതുമായിട്ട് ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ആനയെ കൊണ്ടുവരാൻ പറ്റില്ലോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നു. അല്ല, എന്തെങ്കിലും ഒരു മാജിക് ഷോ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ പറ്റും പ്രസാദ്? മാജിക് ഷോ അത് അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ചെണ്ട കൊട്ടെന്ന് പറഞ്ഞ് 10-60-70 പേരില്ലേ? എന്നാ ഒരു ചെണ്ട നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ചെറിയൊരു തായമ്പൊക്കെ നടത്താൻ നടക്കില്ല. എന്നാ പണ്ട് ജയറാം കലാഭവൻ വേദികളിൽ ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയിരുന്നത് ശ്രീ പ്രേംനസീറിനെ അനുകരിക്കുമ്പോഴായിരുന്നു. ശ്രീ പ്രേംനസീറിനെ ഒന്ന് ജയറാം ജനങ്ങൾക്ക് വേണ്ടി അവതരിക്കാം. ജയറാം അവതരിപ്പിക്കുന്നത് പ്രേംനസീറിനെയാണ്. പ്രേംനസീർ ഇപ്പോൾ ഈ വേദിയിൽ വന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ജയറാം ഒന്ന് അവതരിപ്പിക്കണം. എൻ്റെ സ്വാതന്ത്ര്യം എടുത്ത് ഞാനങ്ങ് പറയും. പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, നിങ്ങളുടെ എല്ലാം കൂടി കാണുമ്പോൾ സത്യത്തിൽ ഞാൻ കോരിത്തിരിച്ചു പോവുകയാണ്. മലയാള സിനിമയിൽ ഒരു കാമുകനായും വക്കീലായും കോളേജ് കുമാരനായും IPC ഓഫീസറായും വരെ വേഷം കിട്ടിയിട്ടുള്ള എനിക്ക് ഒരു ഉദ്ഘാടകൻ്റെ വേഷം കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഈ സായാഹ്നം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എന്നെന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു മഹാസംഭവമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അതുപോലെ തന്നെ ജയറാം വളരെയധികം കയ്യടി വാങ്ങിച്ച മറ്റൊരു താരമാണ് ശ്രീ MG സോമൻ. MG സോമനെ കൂടെ ഒന്ന് അവതരിപ്പിച്ചിട്ട്. ഹലോ, എന്നെ മനസ്സിലായില്ലയോ? സോമൻ, നാട്ടുകാർ വിളിക്കുന്ന പേര് MG സോമൻ. മോളെ, നിന്നെ എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മോഹം. ഇന്ന് ഞാനൊരു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയണം. അതെൻ്റെ ഒരു വാശി കൂടെ. ഇന്ന് ഞാൻ പോട്ടോ? ഓ, താങ്ക് യു. മലയാളത്തിന്റെ സ്വഭാവനടൻ ശ്രീ ലാലു അലക്സ്. ലാസ്റ്റ്. ഹലോ, പേഴ്സണലായിട്ട് പറയുക, അല്ലെങ്കിൽ വേണ്ട.
കുറേ കാലമായി പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം. ഇടയിൽ ലൂസി, നീ എൻ്റെ അമ്മച്ചിയെ തല്ലിയല്ലേ? എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ സ്വത്തുക്കളും സാമ്രാജ്യമൊന്നും കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകുകയല്ല പെണ്ണിൻ്റെ അപ്പ. എന്നാ ഞാൻ പോട്ടോ. അമ്മച്ചി. താങ്ക് യു. മിമിക്രി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലല്ല, താങ്ക്സ്. താങ്ക് യു. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഞാനും പ്രസാദും ഒക്കെ കലാഭവൻ്റെ സ്റ്റേജിലൂടെ വളരെ ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വേദികൾ ഒരുമിച്ച് ഞങ്ങൾ എത്രയോ സ്റ്റേജിൽ എത്രയോ വർഷങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അതിനു മുമ്പ് കലാഭവനിൽ വരുന്നതിന് മുമ്പ് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ ഞാനൊരു കാഴ്ചക്കാരനായി വളരെ അത്ഭുതത്തോടു കൂടി എറണാകുളത്ത് നോക്കിയിരുന്നിട്ടുണ്ട്. പ്രസാദ് അന്നൊരു ഐറ്റം കാണിക്കുമായിരുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ട്രailer അന്ന് കാണിക്കുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത്. അന്ന് ഒരു ശബ്ദങ്ങളുടെ ഇതില്ലാതെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ ഇത്രയും ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വലിയൊരു അതിശയമായിരുന്നു. കാലഘട്ടങ്ങൾ എത്രയോ വർഷം കഴിഞ്ഞു എങ്കിലും ആ ഒരു പ്രോഗ്രാം എനിക്ക് വേണ്ടി പ്ലീസ് ഈ ഓഡിയൻസിന് വേണ്ടി എൻ്റെ ഒരു ആഗ്രഹം അത് ഒരു പ്രാവശ്യം കാണിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ജയറാം ഒരു ഡാൻസ് ചെയ്യൂ. ഏയ് അതില്ല, എന്നൊരു പാട്ട് പാടും. ഓക്കെ അത് ചെയ്യും. എന്നാ ഞാൻ പാടാം. ഓക്കെ. വളരെ നാളായി അവതരിപ്പിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ ട്രെയിലർ. Metro Gordon Graves presents Commandos. Rana! Come on. Stop you. What you want. You speak fixed with colors, but I've heard this man. That's not my bad face, but it's me cross my corner, my house, me. It's both the fake colors, right? What's me corner, my house, but cross about the shore. Something is happening. The most spectacular fun you can find. Start fighting someone with the short axe. You know what's for start fighting for the my chance of the with helicopter so starting. You know what's start fighting for the my smells when the color of someone 5 4 3 2 1 0 5 suppose 5 suppose I can't try to you must follow my own suppose like What's me face, darling? Speak fine, calling. Kiss me, darling. The Commandos. താങ്ക് യു പ്രസാദ്. താങ്ക് യു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 വർഷത്തിന് ശേഷവും ആ ഐറ്റത്തിന് ഇന്നൊരു പുതുമയുണ്ട്. താങ്ക് യു. സാധാരണയായിട്ട് കേരളത്തിലെ പല ഇൻ്റർവ്യൂകളും ഒരു പ്രഹസനമാകാറാണ് പതിവ്. ഇവിടെ ഞങ്ങളൊരു ഇൻ്റർവ്യൂ അവതരിപ്പിക്കുകയാണ്. കൊച്ചിൻ ഗിന്നസിൻ്റെ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന വീഡിയോ കാസറ്റിലെ ഒരു ഐറ്റമാണ്. പല പ്രേക്ഷകരുടെയും അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ് ഒരു ഇൻ്റർവ്യൂ. അകത്ത് വന്നിട്ടാണ് മേ കമിൻ സാർ എന്ന് ചോദിക്കണ. പിന്നെ സാറിന്റെ പുറത്ത് കയറി നിന്നിട്ട് മേ കമിൻ സാർ എന്ന് പറയാൻ പാടില്ല. അത് പാടില്ല. ഇന്റർവ്യൂവിന് വന്നായിരിക്കും. എന്റെ പൊന്നു സാറേ, ഈ ജോലി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരാം. ആ ജോലി തരണോ വേണ്ടോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാം. എന്താ തന്റെ പേര്? പൗലോസ്. പൗലോസ് അല്ല, പി പൗലോസ്, പാട്ടത്തിൽ പൗലോസ്. അത് ശരി. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും ഈ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ, പൗലോസ്. എടാ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ടെന്ന്? മെമ്പർമാരായിട്ട് ആരുമില്ല,
ഒക്കെ വോട്ടർമാരല്ലേ? എടോ വീട്ടിലെത്ര അംഗങ്ങളുണ്ടെന്ന് അംഗങ്ങള്. അംഗങ്ങള് ആ. 2 അച്ഛൻ 2 മക്കള് മൊത്തം 3 പേര്. എങ്ങനെ? 2 അച്ഛൻ 2 മക്കള് ആ. മൊത്തം 3 പേര്. എടോ 2 അച്ഛൻ 2 മക്കള് മൊത്തം 4 പേരായില്ലേ? 3 പേരുള്ളൂ. അപ്പൊ ഈ 2 അച്ഛൻ എന്ന് പറഞ്ഞാലോ? ഒരച്ഛൻ എന്റെ അച്ഛൻ. ഓക്കെ. പിന്നെ എന്റെ മോന്റെ അച്ഛനാണല്ലോ ഞാൻ. അപ്പൊ ഈ 2 മക്കളുടെ കാര്യം പറഞ്ഞത്? എന്റെ അച്ഛന്റെ മോനാണ് ഞാൻ. പിന്നെ എന്റെ മോനാണ് എന്റെ മോൻ. ഓ അപ്പൊ 2 1 3. ഓക്കെ. അപ്പൊ തനിക്ക് ഇവിടെ ജോലി കിട്ടി എന്ന് വിചാരിക്കാം. താങ്ക് യു. എന്താ ഇത്? ലീവ് ലെറ്റർ. ജോലി കിട്ടി എന്ന് വിചാരിച്ചാ മതി. വിചാരിച്ചാ മതിയാ? അല്ലാതെ. അന്ന് ലീവ് ലെറ്ററും തന്നു വിചാരിച്ചാ മതി. ഓക്കെ. താൻ ഇവിടെ ജോലി ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ മാസം തനിക്ക് ഞാൻ ഒരു 500 രൂപ ശമ്പളം തരും. 500 രൂപയോ? 500 രൂപ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു കൂടി പറഞ്ഞു. എടോ 2ാമത്തെ മാസം താൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ താൻ ഏബിൾ ആണെന്ന് എനിക്ക്. സാർ ഞാൻ അത്രക്കാരനല്ല. എടോ താൻ ഏബിൾ ആണെന്ന്. സാർ ഇന്ന് വരെ ഞാൻ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. എടോ എടോ സാർ പ്ലീസ് അങ്ങനെ പറയരുത്. എടോ വിവരമില്ലാത്തവനാണ് ഏബിൾ എന്ന് പറഞ്ഞ സമർത്ഥൻ. അയ്യോ അങ്ങനെയായിരുന്നോ? ഞാനോർത്ത് ഈ എ ബ്ലൂ എന്നൊക്കെ പറയുമ്പോ വല്ല വൃത്തികെട്ട വല്ല മനുഷ്യരായിരിക്കും. താൻ സമർത്ഥനാണെന്ന് എനിക്ക് തോന്നിയാൽ സമർത്ഥനാണ്. 2ാമത്തെ മാസം തനിക്ക് ഞാൻ 1000 രൂപീസ് സാലറി. 700 രൂപ. പണ്ടാരടങ്ങാനായിട്ട് 1000 രൂപയാടാ. 1000 രൂപ. 3ാമത്തെ മാസം താൻ കുറച്ചുകൂടി ഏബിൾ ആണ് എന്ന് എനിക്ക് മനസ്സിലായാൽ 1500 രൂപീസ് സാലറി. എത്ര? 1500 രൂപ. 1500 രൂപ 3ാമത്തെ ദിവസം. ആദ്യത്തെ മാസം 500 രൂപ തരും. 2ാമത്തെ മാസം ഞാൻ ഏബിൾ അല്ല ഏബിള്. അതാവുകയാണെങ്കിൽ 1000 രൂപ തരും. 1000 രൂപ. 3ാമത്തെ മാസം ഈ പറഞ്ഞ സാധനമായി മാറുകയാണെങ്കിൽ 1500 രൂപ തരും. 3ാമത്തെ മാസം തരും. ഉറപ്പാണല്ലോ? ഉറപ്പ്. കൊടുകൈ. വെരി ഗുഡ്. അപ്പൊ ഞാൻ ആ 3ാമത്തെ മാസം മുതൽ ജോലിക്ക് വരാൻ പൈസ എടുത്തു. കാശ് മേടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചേക്കണം. എടോ തനിക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിലേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയണം. അയ്യോ സാറ് ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ. സാർ എന്ത് വേണേലും ചോദിച്ചാൽ അടിപൊളിയായിട്ട് ഉത്തരം പറയും. ഈ ജോലി ഞാൻ കൊണ്ടുപോകും ചെയ്യും. ഓക്കെ. റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദിച്ചോട്ടെ. കൊക്ക് ഒറ്റക്കാലിൽ നിൽക്കുന്ന മീൻ പിടിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്? അണ്ടർവെയർ ഇടുമ്പോൾ. കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുന്ന ജീവിയുടെ പേര് പറയൂ. വെരി ഗുഡ്. ഇതിങ്ങനെ മറിഞ്ഞു പോയാലോ? മറിയാമ. 3ാമത്തെ ചോദ്യം. നമ്മുടെ നാട്ടിൽ എന്തിനാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്? ഈ കാക്കയ്ക്കും പ്രാവിനും ഒക്കെ പറന്നു വന്നിട്ട് 2 ഡാൻ. എടോ നാട്ടില് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മണ്ണൊലിപ്പ് തടയാൻ. മണ്ണൊലിപ്പ് തടയാനാണ്. അല്ലാതെ. അങ്ങനെയാണ് ഈ ആണുങ്ങളൊക്കെ മൂക്കിന്റെ താഴെ മീശ വെച്ച് പിടിപ്പിച്ചേക്കണം. മൂക്കൊലിപ്പ് തടയാനാണ്. നീ ശരിയാവില്ല. നീ ചോദിച്ചോ. എങ്കിൽ 4th ക്വസ്റ്റ്യൻ. ചോദിച്ചോ. 4ാമത്തെ ചോദ്യം. നമ്മുടെ കാരണവന്മാരൊക്കെ ഒരു പഴമൊഴി പറയും. കോഴിക്ക് മുല വന്നാൽ പഴഞ്ചൊല്ല്. ഇത് യാഥാർത്ഥമാവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? എന്താവാൻ? ബ്രേസറിനൊക്കെ വില കൂടും. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഷക്കീലയുടെ സിനിമ പോസ്റ്ററിൽ. ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കൊച്ചു ജനിച്ചു വീഴുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? അച്ഛനാരാന്ന് അറിയാൻ പാടില്ലാത്തോണ്ട്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചും ടിവിയിലൂടെയും കണ്ടും അറിഞ്ഞ കാര്യമാണ്. അമേരിക്ക ആദ്യമായിട്ട് ഒരു പട്ടിയെ ബഹിരാകാശത്തേക്ക് പൊക്കി വിട്ടു. ഇന്നലെ. ഇതിൽ നിന്ന് താൻ എന്ത് മനസ്സിലാക്കുന്നു? പട്ടിയെ മുകളിലേക്ക് പൊക്കി വിട്ടു. പൊക്കി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താന്ന് മനസ്സിലാക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ ഞാൻ ചാകാൻ പോണല്ല. തന്നോടുള്ള അവസാന ചോദ്യം. അവസാന ചോദ്യം ചോദിക്കട്ടെ. ഫുൾ ഫോം പറയുക. എയ്ഡ്സ്. AIDS എയ്ഡ്സ്. എന്താണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം? അമേരിക്ക ഇന്ത്യക്ക് ദാനം തന്ന സാധനം. കൊള്ളാം. നമുക്ക് ഈ വക ചോദ്യങ്ങളൊക്കെ നിർത്താം. നമുക്കിനി മഹാന്മാരിലേക്ക് കിടക്കാം. മഹാത്മാഗാന്ധിനെ അറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഇതാരേത്? മഹാത്മാഗാന്ധിനെ അറിയാൻ പാടില്ല. എടോ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പൗരനല്ലേ താൻ? അതെ. എന്നിട്ട് മഹാത്മാഗാന്ധിനെ അറിയാൻ പാടില്ല. ഓക്കെ വിട്ടുകളാ. ജവഹർലാൽ നെഹ്റുവിനെ അറിയാമോ? ഇത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ആരേത്? ജവഹർലാൽ നെഹ്റുവിനെ അറിയില്ല? അറിയില്ല. എടോ ഇന്ദിരാഗാന്ധിനെ അറിയാമോ? എനിക്കറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് രാജീവ് ഗാന്ധിനെ എനിക്ക് അറിയൂ. എനിക്ക് ഇവരെ ആരെ അറിയാൻ പാടില്ല. സാറിന് ബാബുവിനെ അറിയാമോ? എനിക്കറിയില്ല. ജോസഫിനെ അറിയില്ലെന്ന്. തങ്കപ്പനെ അറിയില്ലടോ. ഇതാ പറഞ്ഞത്. എന്റെ കൂട്ടുകാരെ സാറിനും അറിയാൻ പാടില്ല. സാറിന്റെ കൂട്ടുകാരെ എനിക്കും അറിയാൻ പാടില്ല. നമ്മളെ അറിയാൻ പാടില്ലാത്തവരെ ഇത് കൂട്ടുകാരല്ല, ഞാൻ പറഞ്ഞില്ലേ മഹാന്മാരാണ്. ഫോർ എക്സാമ്പിൾ കേരളത്തിലെ ഒരു വലിയ മഹാനാണ് യേശുദാസ്. യേശുദാസിനെ എനിക്കറിയാം. യേശുദാസും ഞാൻ തമ്മിൽ എങ്ങനെയാണ്? യേശുദാസും ഞാൻ തമ്മിൽ എടാ പോടാ ബന്ധമല്ലേ? പിന്നെ യേശുദാസിനെ ഞാൻ എടാ എന്ന് വിളിച്ചാൽ യേശുദാസ് ഇറങ്ങി പോടാ എന്ന് പറയല്ലേ? എടോ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ് വളരെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ താൻ ഈ പള്ളയിലെ പാട് കണ്ടു? ഈ പാട് എന്താണ്? വിജയ് യേശുദാസ് ഇവിടെ നിന്ന് മൂത്രമൊഴിച്ച് വളർന്ന പാടാ. വിജയ് യേശുദാസ് മൂത്രമൊഴിച്ച് വളർന്ന പാടാണ്. അപ്പൊ ഈ പാടോ? ഇത് MG ശ്രീകുമാറിന്റെ മകൻ മൂത്രമൊഴിച്ച പാട്. അപ്പൊ ഈ പാടെന്താ? ബിജു നാരായണന്റെ മകൻ മൂത്രമൊഴിച്ച പാട്. ഞാൻ അറിയാൻ പാടില്ലാട്ട് ചോദിക്കൂ. ഇത്രയും പേരൊക്കെ മൂത്രമൊഴിക്കാൻ സാറിന്റെ മൂത്രപ്പരയായിരുന്നു.
നീ കേറി വന്നപ്പോഴേ തോന്നുന്നു നിനക്ക് വിവരമില്ല വിദ്യാഭ്യാസം ഇല്ലെന്ന്. സാർ അത് മാത്രം പറയരുത്. വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയരുത്. ഞാൻ എത്ര വരെ പഠിച്ച്? എംഎ. 8 8 5 5 2 എന്താടാ പോയിട്ടില്ലെന്നേ. അങ്ങനെ പറ. പക്ഷെ പോയില്ലെങ്കിലും എന്റെ കയ്യിലൊരു സാധനമുണ്ടല്ലോ. എന്തായത്? സെപ്പറേറ്റ് ടിക്കറ്റ്. ഇതാ പറഞ്ഞ വിവരവും വിദ്യാഭ്യാസം ഇല്ലെന്ന്. ഇവിടെ വാക്കുകൾ പറയുമ്പോ സ്ഫുടമായിരിക്കണം, അക്ഷര സ്ഫുടത വേണം. അതില്ല. ഏത്? അസരപുസര. ആ സാധനം ഇല്ല എനിക്ക്. അക്ഷര സ്ഫുടത അതില്ല. അസരപുസര ഇല്ല എനിക്ക്. കരയണ്ട കരയണ്ട, അതില്ലെങ്കിൽ വേണ്ട പോട്ടെ. ഇതിന്റെ പേരാണ് സർട്ടിഫിക്കറ്റും. ഞാൻ പറഞ്ഞ കേട്ടു. അതെ സാർ പറഞ്ഞു. സാർ പറഞ്ഞത് ഇതിന്റെ പേരാണ് സർട്ടിഫിക്കറ്റും. ചവിട്ടി കുഞ്ഞാങ്ങളെ ബാക്കിയുള്ളവനെ തെറ്റിക്കാൻ വേണ്ടി നടക്കണം. കറക്റ്റ് ആയിരിക്കും. പറഞ്ഞു സാർ പറഞ്ഞു. ഇതാണ് സെപ്പറേറ്റ് ടിക്കറ്റ്. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഓക്കെ ഇനി നമുക്ക് എന്തിലേക്ക് കിടക്കണം? സാർ എന്നെ അങ്ങനെ ഒന്നും ചോദ്യങ്ങളും ചോദിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. നല്ല യോഗ്യതയൊക്കെ ഉള്ളവൻ തന്നെയാണ്. യോഗ്യതയോ? ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയോ? എടാ നിനക്ക് എന്ത് ബുദ്ധിയാണെന്നാ നീ പറയണേ? എന്താ? എപ്പോഴും പിള്ളേരെക്കാൾ കൂടുതൽ ബുദ്ധി അച്ഛനമാർക്ക്? ഒരിക്കലുമില്ല. മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്. മക്കളെക്കാൾ കൂടുതൽ ബുദ്ധി തന്തമാർക്കായിരിക്കും. ഒരിക്കലുമില്ല. മക്കൾക്കാണ് ബുദ്ധി. മക്കൾക്കാണ് ബുദ്ധി എന്ന് പറയാൻ കാരണം എന്താ? റേഡിയോ കണ്ടുപിടിച്ചാരാണ്? റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. എന്തുകൊണ്ട് പുള്ളിയുടെ അപ്പം കണ്ടുപിടിച്ചില്ല? ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചാരാണ്? ഐസക് ന്യൂട്ടൺ. എന്തുകൊണ്ട് പുള്ളിയുടെ അപ്പം കണ്ടുപിടിച്ചില്ല? ഇതാ പറഞ്ഞ മക്കൾക്കാണ് ബുദ്ധി, മക്കൾക്കാണ് ബുദ്ധി എന്നുള്ളത്. സാറ് കുറെ നേരം അല്ലേ ചോദ്യം ചോദിച്ചു ഷൈൻ ചെയ്ത് നിൽക്കല്ലേ? ഞാൻ നിസ്സാര ഒരു മലയാള വാക്ക് പറയാം, അത് എഴുതാമോ? വലിയ മലയാളം പണ്ഡിതനാണല്ലോ. നീ എന്ത് പറഞ്ഞാലും ഞാൻ നിസ്സാരമായിട്ട് എഴുതിയെടുക്കും. എഴുതോ? പിന്നെ ഞാൻ പറയണ മലയാളം വാക്ക് സാർ എഴുതോ? എഴുതും. എഴുതിയില്ലെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ ജോലി രാജിവെച്ച് വേറെ പണിക്ക് പോകും. അന്ന് എഴുതിക്കോ. ഒരു കാളവണ്ടിക്കാരൻ. ഇതൊക്കെ എഴുതാനാണോ? എഴുത് സാർ എഴുത്. ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി എറണാകുളത്ത് നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്നു. പോകുന്ന പോക്കിൽ കാള വളവ് തിരിയാൻ പ്രയാസപ്പെട്ടപ്പോൾ കാളവണ്ടിക്കാരൻ കാളയോട് പറഞ്ഞു, എടാ കാളേ എഴുതാൻ. അത് ഇപ്പൊ ഈ പറഞ്ഞ എഴുതാനുള്ളതാണോ? ലാസ്റ്റ് പറഞ്ഞാണ് മെയിൻ ആയിട്ട് എഴുതണ്ടല്ലേ? എഴുതരുത്. ഒന്നുകൂടി പറഞ്ഞ. മലയാള പണ്ഡിതോ എഴുതിക്കോ. പറഞ്ഞ. കാളവണ്ടിക്കാരൻ കാളയോട് പറഞ്ഞു. ഇത് എഴുതിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനത് ഇങ്ങനെ വിളിച്ചു. എഴുതിക്കോ. കാളയോട് പറഞ്ഞു, ദൈവമേ എടാ കാളേ തോറ്റ. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ഞാൻ ഈ പണി രാജിവെക്കുന്നു, വേറെ പണിക്ക് പോകുന്നു. പക്ഷെ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളണം. എന്താണ്? എടാ നിന്നെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാടാ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ തെണ്ടി ഇന്റർവ്യൂ ചെയ്തത്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു
നമ്മളൊന്ന തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ നിന്റെ കൈ പിടിച്ചിടാൻ കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ ഇന്നും കാലമായില്ലേ നിന്റെ കൈ പിടിച്ചിടാൻ അന്നു മൂളിപ്പാട്ടും പാടി വന്ന മുളം തത്തമ്മേ ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളെല്ലാവരും പോകുന്ന സ്ഥലമാണ് ആശുപത്രി. ആശുപത്രിയിൽ പോകാതെ നമുക്കാർക്കും ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇതാ ഒരു സർക്കാർ ആശുപത്രി. ഈ സർക്കാർ ആശുപത്രിയിൽ കാണുന്ന ചില പ്രത്യേക രോഗങ്ങളും രോഗികളെയും നമുക്ക് കാണാം. ഒരു സർക്കാർ ആശുപത്രി. എന്താ സംഭവം സാറേ? എനിക്ക് ആദ്യം തന്നെ നമസ്കാരം കേട്ടോ. നമസ്കാരം. എടോ ഇത് പ്രാന്താശുപത്രി അല്ല. നമസ്കാരം ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെയല്ല പറയേണ്ടത്. എന്റെ പൊന്ന് സാറേ അങ്ങനെ പറയണമെന്നുണ്ട്. പിന്നെന്താ? പക്ഷെ 2 ആഴ്ചയായിട്ട് എന്റെ കൈ ഒരേ ഇരിപ്പാണ്. താഴുന്നില്ല, നിവരുന്നില്ല, ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരി, കൈ താഴുന്നില്ല, അതാണ് കംപ്ലൈന്റ്. വേറെ വല്ല ഡോക്ടർമാരെ കാണിച്ചോ? പിന്നെ കാണിച്ചു. ആരെ കാണിച്ചു? ഇതിന്റെ അപ്പുറത്തെ രാഘവൻ ഡോക്ടറെ. രാഘവൻ ഡോക്ടറെ കാണിച്ചല്ലേ? അയാള് വല്ല മണ്ടത്തരവും പറഞ്ഞു. എന്ത് പറഞ്ഞു? സാറിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. കൈ താഴുന്നില്ല അല്ലേ? കൈ താഴുന്നില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെ ശരിയാക്കാം. വളരെ ഉപകാരമായിരുന്നു. ഡോക്ടർ ഫൽഗുൺ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്റെ മസിലോട്ടെ കണ്ട ഞാൻ പറഞ്ഞില്ല, പുറകെ വരും. ഇവിടെ വിട്ടെന്ന് പറയാൻ പുറകെ വരും. അത്ര അടുത്ത കൈയല്ലേ? അതെടുത്ത കൈ താത്ത മതി. ഓക്കെ, അതേ പറഞ്ഞ കണ്ട ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ഒറ്റ കൈ, ഒറ്റ ഇത് ചിലപ്പോ നടക്കൂല്ലേ. അങ്ങനെ അങ്ങോട്ട് മനഃപൂർവ്വം അല്ല, അറിയാണ്ട് പറ്റിപ്പോയി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ. സത്യമായിട്ട് അമ്മ ഒരു പണി ചെയ്താൽ മതി. തൽക്കാലം മരുന്നും ഇഞ്ചക്ഷനും ഗുളിയോ ഒന്നും വേണ്ട. അല്ലാതെ താത്ത റെഡി ആണല്ലോ. പിന്നെ എങ്ങനെയെങ്കിലും താത്തി കിട്ടിയ കണ്ണടക്ക്. അടക്കടോ. റെഡി, 1 2 3. എന്ത് വൃത്തിയൊക്കെ പരിപാടിയാണ് കാണിച്ചത്. നാണം കിട്ട പരിപാടിയല്ലേ. എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഒരു രോഗിയുടെ ഉടുതുണി അങ്ങനെ സംസാരിക്കില്ലേ. സോറി സാറേ, അറിയാണ്ട് പറ്റി. എന്തെങ്കിലും ഇപ്പൊ വിഷമമൊക്കെ മാറി. അറിയാണ്ട് പറഞ്ഞു. കുഴപ്പമില്ല, സാരമില്ല. സന്തോഷമായല്ലോ. സന്തോഷമായി. ഫീസ് തന്നിട്ട് വേഗം പോയിക്കോ. ഫീസ് തന്നിട്ട് വേഗം പോയിക്കോളാൻ. സോറി സാർ, വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കൈ ഇങ്ങനെ ഇരുന്ന കാരണം ഫീസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഓസിന് താത്തിട്ട് പോവാന്ന് വിചാരിച്ചു വന്നാ. ഇവിടെ വാ. എന്താ കുഞ്ഞിക്കൂന്നായിട്ട് പോട്ടാ. ഇത് നിവർത്തണമെങ്കിൽ ആധാരമായിട്ട് വൈകുന്നേരം വീട്ടിൽ വാ. ബ്യൂട്ടി പാർലർ ആയിരുന്നല്ലേ ഇത്? എന്നോട് വിളിച്ചാ അങ്ങനെ. Come on, next. കടന്നു വരൂ. ഡോക്ടർ, ഞാൻ ചെറിയൊരു പ്രശ്നമായിട്ട് വന്നതാ. ചെറിയ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു, അതെല്ലാം ഞാൻ തീർത്തേ. ഞാനേ വിവാഹം കഴിച്ചിട്ടേ 10 വർഷമായി. അതിനെന്താ?
എനിക്കിങ്ങനെ കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ 10 കുട്ടികളുണ്ട്. 10 കുട്ടികളോ? 10 വർഷമായി. 10 വർഷമായിട്ട് 10 കുട്ടികൾ. അതെ. ഇങ്ങനെ ഓരോ കൊല്ലം തോറും പിള്ളേർ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അതെല്ലേ? അതിന് മരുന്ന് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. ഒന്നും വേണ്ട. നിസ്സാര ഒരു കാര്യം ചെയ്താൽ മതി. താനൊരു 3-4 മാസം ലീവ് എടുത്തേ, അതായത് വീട്ടിൽ നിന്ന് മാറി വല്ല ഗൾഫിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി നിന്നാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. 3-4 മാസോ? കല്യാണം കഴിച്ചതിന്റെ പിറ്റേ ആഴ്ച ഞാൻ അമേരിക്കയിൽ പോയതാ. 10 വർഷം കഴിഞ്ഞാ വരുന്നത്. നീ ആരെ കണി കൊണ്ട് നടങ്ങോട് കയറി പോന്നെ? ചാലക്കുടി ചന്തക്ക് പോകുമ്പോ മീൻകാരി പെണ്ണിനെ കണ്ടേ കണ്ട മീൻകാരത്തിനൊക്കെ കണി കൊണ്ട് വേണം രാവിലെ എന്നെ കാണാൻ വന്നല്ലേ? സത്യത്തിൽ എന്താ നിന്റെ അസുഖം? ഒരു പെൺപടി വഴിയെ നടന്നു പോയാൽ നീ തൽക്കാലം പാട്ടും കൂത്തൊക്കെ അവിടെ നിർത്ത്. ഒറ്റയടിക്ക് ഞാനിത് മാറ്റിത്തരാം. സിസ്റ്റർ കുഞ്ഞലേ. ഡോക്ടർ. Come on. കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി, നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. എന്റെ ഹോസ്പിറ്റലിൽ ജോലിയുള്ള പെണ്ണുങ്ങളുടെ നേരെ കൊടയല്ലേ? അവിടെ നില്ലേ നിങ്ങൾ കൊടയല്ലേ? മതി മതി. ഇങ്ങോട്ട് നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? കണ്ണിമക പ്രായത്തിൽ ഇവളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പഴമാകട്ടെന്ന് എന്റെ പുന്നാരെ, ഞാൻ പഴമാകട്ടെന്ന്. മര്യാദക്ക് അല്ലെങ്കിൽ ചോറ്റാനികളെ കൊണ്ട് ആണിയടിക്കും ഞാൻ. സിസ്റ്റർ കുഞ്ഞേലേ. ഇയാൾക്കൊരു കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോപ്രോഡിക്സ് ഇഞ്ചക്ഷൻ, നമ്മുടെ പഴയ കുത്ത് ആഞ്ഞു കുത്തി ചവിട്ടി ഒരു. ഡോക്ടറെ, എന്തോ ഇതിന് മൊനയില്ലല്ലോ? മൊനയില്ല. ഇങ്ങോട്ട് കൊണ്ട. സർക്കാർ ആശുപത്രിയിലെ നേഴ്സാണ്. വെറുതെ ഇരിക്കുമ്പോ ഇതിനൊക്കെ മൊനവാക്കാൻ പാടില്ലേ? എവിടെ? അടിപൊളി മൊനയാണ്, ഒടിച്ചു കളയരുത്. പിടിച്ചോ. അവന്റെ കോതമംഗലത്തിന് കൊടുക്ക്. തിരിഞ്ഞില്ലടാ. പെരുമ്പാവൂർ വഴി വിട്ടോട്ടാ. പെരുമ്പാവൂർ വഴി പോന്നെ കോതമംഗലം. എന്നെ കുത്തരുതട്ടോ, ഒടുക്കത്തെ വിഷമാണത്. റെഡി? 1 2 3 കൊണ്ടുവാ. അടിപൊളി കുത്ത്. അയ്യോ, ഇപ്പോൾ എന്ത് തോന്നുന്നു? തന്തോയം 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 തന്തോയോ. എന്നെ ഇഞ്ചക്ഷൻ ചെയ്ത സിസ്റ്ററേ, ആ കൈ കൊണ്ട് ഇവിടെ കിട്ടുന്നു തടവ്. എന്ത് വൃത്തിയാണ് നീ ആ പാവപ്പെട്ട പെങ്കുച്ചിനെ നോക്കി പറഞ്ഞത്? എടാ, മാന്യം മര്യാദയ്ക്ക് പെമ്പിള്ളേർക്ക് എന്റെ ആശുപത്രിയിൽ ജോലി ജീവിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എന്ത് പോക്കിട്ടില്ലോടാ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ? ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. പോലീസിനെ വിളിക്കാൻ ഇറങ്ങി പോടാ പുറത്ത്. പോടാ പുറത്ത്. സിസ്റ്റർ കുഞ്ഞേലി, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ എന്റെ പരാതി തീരുള്ള. ഞാൻ കുടിക്കണ കഞ്ഞില്ലെന്തിന് കല്ലിടലക്കണ് കൊച്ചേട്ടാ. കയ്യിലിരിക്കണ കല്ലം പരിപ്പേടി കലത്തിന് വേവൂല, ഈ കലത്തിന് വേവൂല. ഞാൻ കുടിക്കണ കഞ്ഞില്ല. എന്റെ ദൈവമേ, ഇന്ന് ഒരു ഗാനമേള കിട്ടിയിട്ടുണ്ട്. എന്തായി തീരുവോ? ആശാനാണ് അവിടെ ഫുഡും കഴിച്ചോണ്ടിരിക്കുക. ഞാൻ സാധകം ചെയ്ത് റെഡിയാക്കിക്കാം. സാരി. എൻ്റെ അമ്മ, എനിക്ക് തന്നെ കുളിച്ച് വരുന്നു. ശരിയാതില്ല. കായ്ക്ക കായ്ക്കങ്ങ പൈപ്പ പൈപ്പമ്മ കായ്ക്ക കായ്ക്കങ്ങ. നല്ലല്ലേ? പൈപ്പ പൈപ്പമ്മ. നീ എന്താ കിടന്ന് കാണിക്കാൻ? ഞാനൊരു സാധനം ചെയ്താണ്. സാധനം ചെയ്ത? അല്ല, സാധകം. എടാ വൃത്തികെട്ടവനെ, സാധകം ചെയ്യരുത്. അതെന്താ? ചെയ്താ മരിച്ചു പോകും. അയ്യോ, എന്റെ അച്ഛൻ മരിച്ചു പോയത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ മരിച്ചേ? സിനിമാ താരം മോഹൻലാൽ കാരണം എന്റെ അച്ഛൻ മരിച്ചു പോയത്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അതെങ്ങനെയാ മരിച്ചേ? എടാ, എന്റെ അച്ഛൻ കർണാടക സംഗീത പാഠം തലക്ക് പിടിച്ച് തലക്ക് ഭ്രാന്തായിട്ട് തെക്ക് വടക്ക് ഓടി നടക്കുന്ന സമയം. ഈ സമയത്താണ് മോഹൻലാൽ 6-ാം തമ്പുരാൻ സിനിമ അഭിനയിക്കുന്നത്. അതിന് മോഹൻലാൽ ഒരു ഡയലോഗ് പറയണല്ലേ? എന്തേ? സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ പടയിൽ പോകണം. അയ്യോ അയ്യോ.
ഇത് കേട്ട വഴി എന്റെ അച്ഛൻ എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. നേരെ സിംഹത്തിന്റെ മടി പോയിരുന്നു. മടിയിലല്ലോ മടയിലല്ലേ പോയി. മടയിലാ പോണ്ട, അച്ഛൻ കയറി മടിയിലായിരുന്നു. എന്നിട്ട് സിംഹം പൊറോട്ട കീറുമ്പോൾ 5-6 അവിടെ നിന്ന് എണീറ്റ് ഒരൊറ്റ ഓട്ടായിരുന്നു. നേരെ ഗുരുവിന്റെ മുമ്പിൽ ചെന്ന് ഗുരുവിന്റെ മുമ്പിൽ ചെന്നപ്പോ ഗുരു ഒറ്റ ചോദ്യം, എടവേ ദക്ഷിണ വല്ല ഇരിപ്പുണ്ട്? എന്റെ അച്ഛനല്ലേ, 5 പൈസ ഉണ്ടാവില്ല. അവസാനം ഗുരുവിന് ദേഷ്യം കേട്ട ഗുരു തമിഴിൽ ഒരൊറ്റ ഡയലോഗാ, മനസ്സിലായില്ലേ? എടാ സംഗീതം പഠിക്കണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി നിന്നിട്ട് സാധകം ചെയ്യണു. അങ്ങനെ എവിടെ ഗോളിയാറില് അവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പുഴയില് വെള്ളമുണ്ടോ? കിണറ്റില് വെള്ളമുണ്ടോ? പൈപ്പില് വെള്ളമുണ്ടോ? കണ്ണില് വെള്ളമുണ്ടോ? അവസാനം ഒരു ബക്കറ്റ് വെള്ളം കിട്ടും. ഒരു ബക്കറ്റ് വെള്ളത്തിൽ എങ്ങനെ കഴുത്തോളം മുങ്ങിക്കണം? എങ്ങനെ നിൽക്കും? എന്റെ അച്ഛൻ എന്റെ കൈ ബുദ്ധിയുള്ളവരാ. അച്ഛൻ എന്ത് ചെയ്ത് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിൽ തല അങ്ങോട്ട് കുത്തി കാലും പൊക്കി 1 മണിക്കൂർ അങ്ങോട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കിയപ്പോ സാധനം ചെയ്യാൻ നിന്ന് അച്ഛൻ സാധനം കാലിയായി പോയി. മോഹൻലാൽ എന്റെ കൈ കിട്ടും, അപ്പൊ ശരിയാക്കാം. അച്ഛനെ ഇവിടെ ഗാനമേള തുടങ്ങണമെന്ന് പറഞ്ഞ ഭാരവാഹികൾ ഭയങ്കര വിഷയമാണ്. കമ്മിറ്റിക്കാര് പിന്നെ കമ്മിറ്റിക്കാർ ഭയങ്കര സൗണ്ട് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇതെന്തോ സംഭവം എനിക്കറിയാൻ പാടില്ല. നമുക്ക് വേറെ തുടങ്ങാം. ഈ സാ എന്ന് പറയുമ്പോ ഒരു അല്പം താഴണം, അതാണ് വേണ്ടത്. ഇങ്ങനെ സാ സാ പോരാ പോരാ ഇച്ചിരി താഴണം. സാ പോരാ താഴണം സാ പോരാ ഇച്ചിരി താഴണം. സാ പോയാ ഇനി താഴെങ്കിൽ പിക്കാസിട്ട് കുഴിക്കണം. എന്റെ ദൈവമേ, ആശാനെ കാണാനാണ് 2 വരുന്നുണ്ട്. പരിപാടി ബുക്ക് ചെയ്യാൻ വരും. വല്ല മണ്ടത്തിലൊന്നും വിളമ്പേക്കരുത്. ഓക്കെ, ശരി 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 അതിവിടെ പറഞ്ഞതാ. ആശാനെ നമസ്കാരം. നമസ്കാരം. ഞാൻ ആശാന്റെ ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ആശാന്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇവിടെ വന്ന് ആശാനെ കാണാൻ. ഇങ്ങോട്ട് പോലെ പോരെയില്ല, എന്റെ ഗാനമേള കേൾക്കാൻ ഈ ജനങ്ങൾ മൊത്തം തടിച്ചു കൂടിയിരിക്കണത്. ആശാന് പരിപാടി ഗാനമേള പരിപാടിയൊക്കെ തുടങ്ങിയല്ലേ? എടാ അടിപൊളി ഗാനമേള. എന്റെ ഗാനമേളയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞാൻ പാടും, ഇവൻ ആടും. അതാണ് ഞങ്ങളുടെ ഗാനമേള. അല്ല ആശാൻ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോന്നോ? എന്ത് ചോദ്യാണ്. എടാ ഇന്നലെ 2 പരിപാടിയായിരുന്നു. ആദ്യത്തെ പരിപാടി കമ്മിറ്റിക്കാർ തുടങ്ങാൻ പറഞ്ഞത് 9 മണിക്കാ. തുടങ്ങിയപ്പോ 10 ആയി, 11 ആയി, 12 ആയി. എന്തിനു പറയണ അവസാനം 1 ആയി. അതെ, കാണാൻ ഒരാൾ മാത്രം വേണ്ട. എന്റെ ശിഷ്യൻ തന്നെയാണ്. രണ്ടാമത്തെ പരിപാടി തീർന്നപ്പോഴേക്കും കോഴി കൂവി. കോഴിക്കും വിവരം വെച്ച് തുടങ്ങിയല്ലോ. വേണ്ട. അല്ല നിങ്ങൾ ഗാനമേള നടത്തണ അമ്മച്ചേടെ സത്യത്തിൽ ഞങ്ങൾ അടിപൊളി ഗാനമേളയാണ്. അല്ല ആശാന്റെ പരിപാടിക്ക് കയ്യടി കിട്ടാറുണ്ടോ? കയ്യടി കിട്ടാറുണ്ടോ? എടാ എന്റെ ഗാനമേള തുടങ്ങി ആദ്യത്തെ 3-4 മിനിറ്റ് കയ്യടിയാ. പിന്നെ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്തൊക്കെ കൊണ്ടാ അടിക്കണേന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോഴേക്കും ബോധം പോകും. വേണ്ട. അല്ല ഇത് ആശാന്റെ ശിഷ്യൻ തന്നെയാണല്ലോ അല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. അല്ല ആശാനെ വേറെ കാര്യം, അല്ല അതങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്ക് കാര്യങ്ങൾ. ആശാൻ ഏറ്റവും കൂടുതൽ പരിപാടി ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ? എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ഈ പ്ലാസ്റ്റിക്കിന്റെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അടച്ചുപൂട്ടി, ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർ, മൈതാനത്തുള്ളവർ. എനിക്ക് കൂടുതലും ഗാനമേള ഔട്ട്ഡോർ ആണ്, പുറത്താണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. ഈ കമ്മിറ്റിക്കാർ പിടിച്ച് പൂട്ടിയിടുക, അതാണ്. വേണ്ട, പോവാന്ന് പറഞ്ഞു പറയത്തില്ല. അല്ല ആശാനെ, ആശാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പരിപാടി എടുക്കും? ഈ ആഴ്ചയിൽ ഞാൻ ഇന്നൊരു പരിപാടി പിടിച്ചാൽ ഈ ആഴ്ചയിൽ ബാക്കി 6 ദിവസം ഞാൻ പരിപാടി പിടിക്കൂല. എന്താ? ബാക്കി 6 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലായിരിക്കത്തില്ലേ? അല്ല ഇത് ആശാന്റെ ശിഷ്യൻ തന്നെ അല്ലേ? എന്റെ ശിഷ്യൻ തന്നെയാണ്. നിങ്ങൾ പരിപാടിക്കാർ തന്നെയല്ലേ? അല്ല ഇവിടെ ചോദിച്ചോ. ആശാനെ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാലേ നല്ല അടിപൊളി പിള്ളേരാ. അതാണ് നമ്മുടെ ഓഡിയൻസ്. നമുക്ക് നല്ല അടിപൊളി മലയാളം പാട്ട് വേണം. പാടാനോ? ലജ്ജാവതിയേ നിന്റെ കള്ളക്കട കണ്ണിൽ എന്തായി കേക്കണത്? വെറുതെ ട്യൂൺ തെറ്റിച്ച് പാടരുത്. ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ ചെന്ന് പാടാൻ പോണേ. എടാ പാടുമ്പോ ഒരു ഭക്തി വേണം. ലജ്ജാവതി എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോ ഒരു ഭക്തി വേണം. അതുമല്ല ജനം തുള്ളണം. ഞാൻ പാടുന്ന കേട്ടോ? ഇല്ലല്ലോ. എന്നാ പിടിച്ചോ.
ഓം വാച്ച വചാന വചാന മേരെ തപ്പു തപ്പു മേരെ ടിപ്പ് ടിപ്പ് മേരെ എവറി ടൈം ഐ വാണ്ട് ടു സീ മൈ ഗേൾ സർവയ്യപ്പോ ലജ്ജാപതിയേ നിന്റെ കള്ളക്കണ്ട കണ്ണിൽ തഴമ്പൂവോ താമരത്താരോ താമേ ലജ്ജാപതിയേ നിന്റെ കള്ളക്കണ്ട കണ്ണിൽ തഴമ്പൂവോ താമരത്താരോ ലജ്ജാപതിയേ നിന്റെ കള്ളക്കണ്ട കണ്ണിൽ അല്ല ഇത് നിങ്ങൾ ഗാനമേളക്കാരി തന്നെ അല്ലേ? എന്റെ അമ്മച്ചേനെ സത്യത്തിൽ ഇതാണ് ഗാനം. ബാക്കിയുള്ള തുള്ളി ചത്തനെ. ആ രണ്ട് ഈണം തെറ്റിച്ചൊക്കെ പാടിന്നൊക്കെ കേൾക്കണ്ട, എനിക്കറിയാൻ പാടില്ല. അല്ല ആശാന് സത്യത്തിൽ ഈ സംഗീതം എന്താണെന്ന് അറിയാമോ? സംഗീതം എന്താന്ന് അറിയാമോ? എടാ ഈ സംഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ല ഞാനും ചോദിച്ചത് എന്താണ് എന്താണ് അല്ല എന്താ സംഭവം? അറിയാൻ പാടില്ല. എടാ ഈ സംഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. അതെ, ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പിട്ട് നമ്മളിങ്ങനെ കയറിപ്പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കുടുംബ കോഞ്ഞാട്ടം പറിച്ച് താഴേക്ക് എന്നിട്ട് രണ്ട് തേങ്ങ എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. അത് ശരി. അപ്പൊ തെങ്ങേറ്റമാണ് പണി അല്ലേ? പണി അവർക്ക് മനസ്സിലായല്ലേ? ആശാനെ ഈ തെങ്ങി കേറാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്? തെങ്ങി കയറാൻ ഒരു ബുദ്ധിമുട്ടില്ല. തെങ്ങിന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടില്ല, വേറൊരു കുഴപ്പമില്ല. അല്ല ആശാനെ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായത് ഇപ്പൊ ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞ കണ്ണംകുളങ്ങര അമ്പലം. തൃപ്പൂണിത്തുറ. കണ്ണംകുളങ്ങര ആശാനെ അമ്പലത്തിലേക്കുള്ള വഴി അറിയാവോ? കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ വരാനുള്ള വഴി അറിയാമോ? ഞാൻ പറയട്ടെ, സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ 100 ഓടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചാണകക്കുഴി കയറാൻ അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കയറിട്ട് പൈപ്പ് വഴി ഊർന്നിട്ട് പട്ടി കടിക്കാണ്ട് വേലി ചാടിയിട്ട് 100 ഓടണ ആ വഴിയല്ലേ? എന്റെ പൊന്നു ദൈവമേ, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരാൾക്ക് ഈ വഴി ഇത്ര കൃത്യമായിട്ട് അറിയില്ല. ആശാൻ എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു? ഒരു 4 വർഷം മുമ്പ് ഒരു പരിപാടി പൊട്ടി പാളിച്ചിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടി രക്ഷപ്പെട്ടത്. അല്ല നിങ്ങൾ ശിഷ്യൻ തന്നെയാണല്ലോ അല്ലേ? അത് ഇവിടെ ഇവിടെ എന്നെ വലിക്കല്ലേ? ശിഷ്യൻ തന്നെയല്ലേ? ഗാനമേളക്കാരൻ തന്നെയാണല്ലോ. എന്റെ അമ്മച്ചാനെ സത്യത്തിൽ ഞങ്ങൾ തന്നെ. അല്ല ആശാൻ, ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആശാനും സംഘവും അങ്ങോട്ട് എങ്ങനെ വരും? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്താ ഞങ്ങൾ രണ്ടും കൂടി ഒരു കാറിന് അങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ടോ? ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ അല്ല ആശാന് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞ പ്രായമുള്ള ആളുകളുണ്ട്, വയസ്സായ കുറെ ആളുകളുണ്ട്, കാരണവന്മാര്. അവർക്ക് പറ്റിയ പഴയ പാട്ടുകൾ. സംഗീതമേ ജീവിതം മധുര സംഗീതം. ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ വയസ്സായ ആളുകൾ അവിടെ ഇരുന്ന് മരിച്ചു. ആശാൻ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം തിരുവല്ല ഒരു ദേവീക്ഷേത്രം ഞാൻ ഗാനമേള നടത്തുക. ഫസ്റ്റ് പാട്ട് എന്റെയാ. ഞാൻ അങ്ങോട്ട് പാടി തീർന്നില്ല, അപ്പോഴേക്കും ഒരു 10-25 കമ്മിറ്റിക്കാർ ഓടി സ്റ്റേജിട്ട് കയറി വന്നിട്ട് എന്നെ എടുത്ത് അങ്ങോട്ട് പൊക്കി. ആരാധന കൊണ്ട് എന്നാ ഞാൻ കരുതിയത്. അവര് സ്റ്റേജിൽ തന്നെ എടുത്തോണ്ട് ഓഹോയ് 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 എന്ന് പറഞ്ഞ് നേരെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങോട്ട് നിർത്തി. അവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ദേവിയാണ്. ഓ, അപ്പൊ ഇവരെല്ലാവരും കൂടി ആ ദേവിയുടെ അനുഗ്രഹം മേടിച്ച് ആശാന് തരാൻ വേണ്ടി ആയിരിക്കും. അവിടെ നിർത്തി സത്യം ചെയ്യിച്ചു. എന്ത് സത്യം? മേലാൽ ഈ വക പരിപാടിയായിട്ട് നടക്കില്ല എന്നും ഇനി ഈ പ്രദേശങ്ങളിലെങ്ങും വരില്ല എന്നും പറഞ്ഞ് സത്യം ജയിച്ച് 125 ഏത്ത ഇടിച്ചു. 125 150 150 ഏത്തേട്ടെ തിരുവനന്തപുരം ക്ഷേത്രത്തിലെ മോനെ. അവിടെ പോലീസുകാർ പള്ളക്കൂട്ടല്ലേ? അപ്പൊ എന്നെ 7 ക്ഷേത്രത്തിലെ മണ്ണി കുഴിച്ചിട്ട് മറന്നു. ആശാന് നമ്മുടെ അടിപൊളി പിള്ളേരുണ്ട്, ചെറുപ്പക്കാർ. അവർക്ക് പറ്റിയ തമിഴ് പാട്ട് വേണം. പാടാലോ? സരക്ക് വച്ചിരിക്കേ ഇറക്കി വച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട് മറന്നു വച്ചിരിക്കേ. ഇങ്ങനെയാണ് പാടുന്നത്. എടാ പാടുമ്പോ ഈളം തെറ്റിച്ച് പാടരുത്. പാടി ജനം തുള്ളണം, അതാണ് ഗാനമേള. ഞാൻ പാടുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നെ പിടിച്ചോ. സരക്ക് വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട് കറുത്ത കോഴി മുളക് പോട്ട് പുറത്ത് വെച്ചിരിക്കേ സരക്ക് വെച്ചിരിക്കേ ഇറക്കി വെച്ചിരിക്കേ കറുത്ത കോഴി മുളക് പോട്ട്. എന്താ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ട, ഞാൻ പോവാ. അങ്ങനെ പോകാം. ഗാനമേളയാണ്. ഇതെന്താ കുഴപ്പം? എന്താ പരിപാടി? ഇത് ഗാനമേളയാ? മകരവിളക്കിന്റെ അന്ന് മകരവിളക്കിന്റെ അന്ന് ഫോട്ടോ വെച്ചിട്ട് പന്തലൊക്കെ ഇട്ടിട്ട് ഈ ചെറിയ ജാസൊക്കെ വെച്ച് ജാസല്ലടാ വിവരമില്ലാത്തവൻ, അതിന്റെ പേര് ഉടുക്കുന്നടാ. ജാസിന്റെ പേര് മാറ്റില്ല. കൊന്നോളെ ഞാൻ. ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ട, ഞാൻ പോവാ. അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് പോവാ. അഡ്വാൻസ് തരാണ്ട് ഞാൻ വിടൂല. ആ എടോ, പരിപാടി ഞങ്ങൾക്ക് വേണ്ടെന്ന് പിന്നെ എന്തിനാണ് അഡ്വാൻസ്? പരിപാടി വേണമെങ്കിലും അഡ്വാൻസ് തരാതെ ഞാൻ വിടൂല. ഞാൻ അഡ്വാൻസ് എന്ന വിഷയമില്ല, എനിക്ക് പരിപാടി വേണ്ട. ഞാൻ അഡ്വാൻസ് മേടിച്ചിരിക്കും. മേടിക്കോ? എടാ എന്റെ അച്ഛനും അപ്പൂപ്പന്മാരായിട്ട് ഇവിടെ ആരും വന്നിട്ട് അവരെ അഡ്വാൻസ് മേടിച്ച ചരിത്രമുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. അഡ്വാൻസ് അഡ്വാൻസ് ഞാൻ മേടിച്ചിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ പിടിച്ചോ. അതാ
നിർത്തി അവൻ നിർത്തി. സന്തോഷമായി. ഞാൻ നിന്നോട് അഡ്വാൻസ് ചോദിച്ചു, നീ എനിക്ക് ഫുൾ പേയ്മെന്റും തന്നു. ധൈര്യമായിട്ട് പോയിക്കോ. താങ്ക് യു. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. തന്നാരോ തന്നാരോ തക തെയ്യകം തെയ്യകം തന്നാരോ 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 തക തെയ്യകം തെയ്യകം തന്നാരോ. ഓർക്കസ്ട്ര മോർ ലൗഡ്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരുവാരിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കും മാറ്റുനോട്ടുണ്ടായ കല്യാണം. കരുവാരിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കും മാറ്റുനോട്ടുണ്ടായ കല്യാണം. നാദസ്വരം വേണം പകല് വേണം പിന്നെ ആശാചേനന്റെ തപ്പു വേണം. നാദസ്വരം വേണം പകല് വേണം പിന്നെ ആശാചേനന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം മകരിയും മത്താപ്പും വേറെ വേണോ. പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം മകരിയും മത്താപ്പും വേറെ വേണം. നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോ ആനത്തോരമ്പിൽ വേറെ വേണോ. നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പം ആനത്തോരമ്പിൽ വേറെ വേണോ. ആനത്തോരമ്പിൽ വേറെ വേണോ. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ഏലക്കം നേരോ ഏലക്കം നേരോ ഏലക്കം നേരോ ഏലോ. 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 നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കാവാലം കായലിൽ തുള്ളാട്ട്. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിനെ കാവാലം കായലിൽ തുള്ളാട്ടം. ഉള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവനം പത്ത ചാഞ്ചാട്ടോ. ഉള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവനം പത്ത ചാഞ്ചാട്ടോ. പുഞ്ചവനം പത്ത ചാഞ്ചാട്ടോ. തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യക്കം തേരാരോ. തെയ്യക്കം താരോ തെയ്യക്കം താരോ തെയ്യക്കം തെയ്യക്കം തേരാരോ. കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരുവാരിക്കുട്ടനും നന്ദിനി കുട്ടിക്കും മാറ്റുനോട്ടുണ്ടായ കല്യാണം. കരുവാരിക്കുട്ടനും നന്ദിനി കുട്ടിക്കും മാറ്റുനോട്ടുണ്ടായ കല്യാണം. നാദസ്വരം വേണം പകല് വേണം പിന്നെ ആശാൻ ചേനന്റെ തപ്പു വേണം. നാദസ്വരം വേണം പകല് വേണം പിന്നെ ആശാൻ